അപ്പോൾ കവരത്തിയിൽ ഞങ്ങൾ സ്നോർക്കലിംഗ് കൂടി ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതായിട്ട് മാത്രം ബാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളതാ സ്നോർക്കലിംഗ് പോകാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും സ്നോർക്കലിംഗ് ചെയ്യാം. അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറുകയാണ്. നമ്മൾ വന്നിട്ട് നമ്മുടെ അങ്ങോട്ട് കടലിൻ്റെ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് കൊണ്ടുപോകും. നമുക്ക് അവിടെ നിന്ന് പവിഴപ്പുറ്റൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനത്തെ ആ ഒരു സംഭവമാണ് സ്നോർക്കലിങ്. അപ്പോൾ ഞങ്ങൾ സ്നോർക്കലിങ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീന്താ അറിയാലോ? അങ്ങനെ എങ്ങനെയല്ലേ? എങ്ങനെ സ്വിം ചെയ്യേണ്ടത്? അങ്ങനെ സ്വിം ചെയ്യണം. അപ്പോൾ അതെ, നമ്മൾ സ്നോർക്കൽ ചെയ്യാൻ വേണ്ടി വന്നേക്കണ കേട്ടോ. അതെ, കരയെന്ന് കണ്ടില്ലേ, ഇത്രയും ദൂരത്തിലാണ് നമ്മൾ വന്നേക്കണത്. സീയാണ്, സീയുടെ നടുക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ജോസഫ് ആദ്യം ചാടി. അപ്പോൾ ആ ഒരു മാസ്കും പിന്നെ ആ ഒരു സ്നോർക്കലിൻ്റെ ഒരു പൈപ്പും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് താഴത്തുള്ള പവിഴപ്പുറ്റൊക്കെ ഇങ്ങനെ കാണാം. നമുക്ക് വെറുതെ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നമുക്കിങ്ങനെ കിടക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്. അതായത് ഞങ്ങൾ സ്നോർക്കലിങ്ങിന് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ ലുട്ടോ, സിം അറിയാലോ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞങ്ങൾ 1-2 മണിക്കൂറായിട്ടാ വെള്ളത്തിൽ മുങ്ങിക്കിടക്കായിരുന്നു. നല്ല അടിപൊളിയാണ് സ്നോർക്കലിംഗ്. ഇതാണ് നമ്മുടെ സ്നോർക്കലിങ്ങിന്റെ ആശാന്മാര്. ഭാര്യയൊക്കെ സ്നോർക്കലിങ്ങിന് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ കയറി പോകുന്നത്. മോൻ കയറാൻ പറഞ്ഞിട്ട് കയറുന്നല്ല. എടാ കേറടാ, അവൻ കേറൂലെന്ന് പറഞ്ഞ മോള് അവര് മുങ്ങിക്കിടക്കുക. ഇത് താഴത്തുള്ള കാഴ്ചകളും പലതരത്തിലുള്ള മീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ്. വലിയ മീന്, ചെറിയ മീന്, പിന്നെ കടൽ വെള്ളരി, പിന്നെ കോറലുകൾ, പലതരത്തിലുള്ള കോറലുകൾ. നല്ല രസമാണ്, അടിപൊളിയാണ് സ്നോർക്കലിംഗ്. സ്കൂബ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈവ് ചെയ്ത് താഴത്തോട്ട് പോകണം. അതിനൊക്കെ അതുപോലെ തന്നെ സൂപ്പർ തന്നെയാണ് സ്നോർക്കലിംഗ്. നല്ല അടിപൊളിയാണ് ഇവിടുത്തെ ലക്ഷദ്വീപിലെ. ഇതേ മോൻ ഇത് കണ്ട, അവൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കയറൂലെന്ന് പറയണം. കേറി വാ മതി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണോ? സൂക്ഷിച്ചു വാ. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. അപ്പൊ സ്നോർക്കലിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പൊ മോൻ പിടിച്ച് ഒരു കണക്കിനെ പിടിച്ചാ കയറ്റിയത്. അടിപൊളിയായിരുന്നു കേട്ടാ, സൂപ്പറായിരുന്നു സ്നോർക്കലിംഗ്. ഇനി സ്കൂബ ചെയ്യാൻ പറ്റാത്ത ഒരു ധൈര്യം ഇല്ലെങ്കിൽ സ്നോർക്കലിംഗ് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. അടിപൊളിയായിരുന്നു. വേണ്ടില്ലേ? അതെ, ഇപ്പോൾ ഒരു ഉച്ച സമയമായി. ഞങ്ങൾ 12:30 കഴിഞ്ഞപ്പോൾ പോയതാണ്. 2 മണിയായപ്പോൾ തിരിച്ചെത്തി. അത് പറഞ്ഞ ഞാനപ്പോൾ വേറൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കേ ഈ സൈഡ് കണ്ടോ ചെമ്പ്, എന്നാ വല്ല ബിരിയാണി കച്ചവടം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കും. ചെറിയ ചെമ്പുണ്ട്, ഇത് ആ ചാരി വെച്ചേക്കണം. വലിയ ചെമ്പുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ കത്തിക്കുന്ന അടുപ്പ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇതേ കുറേ മീനിൻ്റെ മുള്ളുകളൊക്കെ താഴ്ത്ത് കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ചൂരയുണ്ടല്ലോ, മാസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, മാസ് എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വള്ളക്കാർ ചെറിയ ഈ അയിലയുടെ സൈസുള്ള, വലിയ ചൂരല്ല, അയില സൈസുള്ള ചൂരകൾ കിട്ടുമ്പോൾ അവർ കുറേ കിട്ടുന്ന സമയത്ത് അവർ അത് മാസാക്കി മാറ്റും. അതെന്താ അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെമ്പിൽ
പുഴുങ്ങിയിട്ട് ഉണക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നമുക്കിത് ഇവിടെ മാസ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതൊരു എന്താ പറയുക, ഫിഷ്, അത് ആ ഒരു ഉണക്കമീൻ, അത്ര ഉണക്കമല്ലാത്ത കുറച്ചൊരു വെള്ളം വറ്റിച്ച ആ ഒരു ഇതാണ്. അത് നമുക്ക് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ വില വരുന്നത് 300 രൂപ മുതൽ 350, 400, അങ്ങനെ ആ വലിപ്പത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. നമുക്ക് ഇതാണ് മാസം എന്ന് പറയുന്നത്. ഇതിവിടെ നമ്മുടെ ലക്ഷദ്വീപിൽ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമാണത്. അപ്പോൾ ഇത് കുറച്ച് വലിയ മാസമാണ്. ഇത് ഇപ്പോൾ ഇവിടെ കവറിലാക്കിയിട്ട് ഇവിടെ വേറെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കുറഞ്ഞു. ഇത് കിലോ 300 എന്നുള്ളതാണ്. ഇത് കിലോ 500 രൂപ. അപ്പോൾ ഇതിങ്ങനെ വന്ന് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് നമുക്കും അത് വാങ്ങിക്കാം, ഇവിടെ നിന്ന് വാങ്ങിക്കാം. എന്നിട്ട് അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ തിരയൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് കുറച്ചൊക്കെ ദൂരത്ത് നടന്ന് ആ ബോട്ട് കിടക്കണുണ്ടോ, അവിടെ വരെയൊക്കെ നമ്മുടെ ഒരു എന്താ ഷോൾഡർ ഭാഗം വരെ വെള്ളമുള്ളൂ. അങ്ങോട്ടൊക്കെ പോവാം നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ബോട്ടിൻ്റെ അവിടം വരെ നമുക്ക് ആഴമൊന്നുമില്ലാന്ന്. ഞാൻ ദേ നടന്നു വന്നേക്കണാണ്. ബോട്ട് ദേ തൊട്ടടുത്ത് ബോട്ടാണ്. കണ്ടോ കണ്ടോ ഇവിടെ ഈ തീരത്തിൻ്റെ കരയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, നമ്മൾ വരുന്ന ടൂറിസ്റ്റുകളും പിന്നെ അതേപോലെ മത്സ്യബന്ധനത്തിന് കടലിൽ പോയും ഒക്കെയാണ് ഇവർ ജീവിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ സ്കൂബ ഡൈവിങ് പോയവരൊക്കെ ഇവർക്ക് സ്കൂബ ഡൈവിങ്ങിന് വേണമെങ്കിൽ അവർ സ്കൂബ ഡൈവിങ്ങിൽ എക്സ്പെർട്ടാണ്. അവർ നമ്മുടെ കൂടെ വരും. അവർ മീൻപിടുത്തത്തിൻ്റെ സമയത്ത് മീൻപിടുത്തത്തിൽ പോകും. ടൂറിസത്തിൻ്റെ സമയത്തിൽ ടൂറിസ്റ്റ് ഇങ്ങനെ ബോട്ട് ഓടിക്കാൻ പോകും. അങ്ങനെയൊക്കെയാണ് അവരെ കാശ് അവർ സമ്പാദിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്. അവർ കുറച്ച് പേര് ഇങ്ങനെ എല്ലാ ഇതിലും വർക്ക് ചെയ്യുന്നവർ, ഗവൺമെൻറ്റിൽ സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് കണ്ടോ, ദ്വീപിലെ വേസ്റ്റ് കൊണ്ടുപോകണ വണ്ടിയാണ്. അതായത് കണ്ടോ, ഈ വണ്ടിയിൽ എടുത്ത് കൊണ്ടുവന്നിട്ട് വേസ്റ്റൊക്കെ അവർ വന്നിട്ട് ഈ ഓരോ ഒരു എന്താ പറയുക, ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ ഇത് ആ പുള്ളി കൊണ്ടുവന്നേണ്ട, ആ ബ്ലൂ ബക്കറ്റ് കൊണ്ടുവന്നേണ്ട. ആ ബക്കറ്റിൽ ഇങ്ങനെ വേസ്റ്റുകൾ ഇങ്ങനെ നിറച്ചത് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ 5 മീറ്റർ ഒന്നുമല്ല കേട്ടോ, 2 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. കണ്ട റോഡൊക്കെ നല്ല നീറ്റായിട്ട്. അതുപോലെ ഇവിടെ അടിച്ച് മറ്റേ ചൂല് വെച്ച് വൃത്തിയാക്കണം നമ്മൾ കണ്ട്. ഇത് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ, മുകളിൽ മറ്റേ ലൈനൊന്നുമില്ല. നമ്മുടെ അവിടെയാണെങ്കിൽ മറ്റേ കേബിൾ കുരുങ്ങി ഒരു 10 പേര് ഇപ്പോൾ ഈ അടുത്ത് ചത്താനെ. ഇപ്പോൾ ഇവിടെ അണ്ടർ കേബിളാണ് ഇവിടുത്തെ സിസ്റ്റം. നമ്മൾ കവരത്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഒരു തങ്ങളുടെ പഴയ, അതിൽ ദ്വീപിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളൊരു പള്ളിയാണെന്ന് പറയണത്. ഇത് തങ്ങൾ 2 മക്ബറയുണ്ട് ഇവിടെ. 2 തങ്ങളും തങ്ങളുടെ മകനും, അങ്ങനെ മക്ബറ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പള്ളിയാണ്. പഴയ കൊത്തുപണികളും അങ്ങനെയുള്ള വളരെ പഴക്കം, അതായത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം 400 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ കവരത്തിയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു പള്ളിയാണിത്. കവരത്തി ദ്വീപിൻ്റെ 1-2 കാര്യങ്ങൾ, ലക്ഷദ്വീപിൻ്റെ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഈ സമുദ്രം പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ലക്ഷദ്വീപ് ടൂറിസത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-5 ദിവസം ഷിപ്പിൽ, 3-4 ദിവസം, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ആളുടെ അടുത്ത് ചോദിച്ചപ്പോഴും ലക്ഷദ്വീപിൻ്റെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്, സമുദ്രം പാക്കേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾക്ക് ഉള്ള ഒരു പാക്കേജാണ്. അപ്പോൾ അവർ ഷിപ്പിൽ കൊണ്ടുവരും. നമ്മൾ ഐലൻഡിൽ ഇറക്കില്ല, ഷിപ്പിൽ നമുക്ക് അവിടെ വന്നിട്ട് ബോട്ടിൽ നിന്ന് അവരിപ്പോൾ ഈ പറഞ്ഞില്ല, ഇതിപ്പോൾ ഇവിടുത്തെ കവരത്തി ദ്വീപിൽ അവരുടെ സ്റ്റേ ആണ് ഈ കാണുന്നത്.
അപ്പോൾ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ ഇറങ്ങി നമുക്കിവിടെ ഈ ബീച്ചൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ ഗ്ലാസ് ബോട്ട് റൈഡ് ഉണ്ട്, പിന്നെ ഇവിടെ നിന്ന് സ്കൂബ ചെയ്യാം. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തോ കൊടുക്കും. ബാക്കി നമുക്ക് വേറെയാണെങ്കിൽ പാരാസെയിലിങ് അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സീസൺ ടൈമിലൊക്കെ ഫോറിനേഴ്സൊക്കെ വരും. ഇപ്പം നമ്മൾ ഇവിടുത്തെ ആൾ നമ്മൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസീവ് അല്ലാതെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം ഈ പറഞ്ഞ ഷിപ്പ് എന്നുള്ളത് ടിക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഷിപ്പ് ടിക്കറ്റ്, വെസൽ ടിക്കറ്റ് എല്ലാം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് അപ്പോൾ മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റേറ്റ് കുറവിലൊക്കെ കിട്ടും. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കവരത്തിയിൽ അടിച്ച് പൊളിച്ച് നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങളൊക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയി, നല്ല അടിപൊളിയായിരുന്നു ഇവിടുത്തെ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര, നമ്മൾ ആരുടെ മുഖത്ത് നോക്കിയാലും നമ്മളെന്തോ നേരത്തെ പരിചയമുള്ള പോലെ ഉള്ള പുഞ്ചിരിയാണ് അവരുടെ മുഖത്ത് നിന്ന് വരുന്നത്. ആരും അങ്ങനെ ഒരു ഇതില്ല, ഭയങ്കര സ്മൈലിങ് ഫേസാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടോ. കുറേ ദിവസങ്ങളായിട്ട് കവരത്തിയിലുണ്ട്. അപ്പോൾ അതെ ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം കവരത്തിയിലെ ദിവസമാണ്. ഞങ്ങൾ നാളെ ഇനി അഗത്തി പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ ബംഗാരം, അങ്ങനെ വേറെയും കുറേ എക്സ്പ്ലോറേഷൻ, കുറേ ദ്വീപുകളുണ്ട്. ഇത് കണ്ടോ, വറ്റ വള്ളക്കാർ ബോട്ടിൽ മീൻ പിടിച്ചിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഈ കവരത്തി ദ്വീപിലാണ് അവർ ബോട്ടിൽ പിടിച്ച് കൊണ്ടുപോയ ഫ്രഷ് മീൻ കൊണ്ടുപോയതാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ കവരത്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ കവരത്തിയിലെ ലൈറ്റ് ഹൗസ്. നമ്മൾ അനാർക്കലി സിനിമയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഈ ഒരു ലൈറ്റ് ഹൗസിലാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ഈ ലൈറ്റ് ഹൗസ് ഇവിടെ ഒരു എൻട്രി ഉണ്ട്, 10 രൂപ എന്നുള്ളതാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു കടൽപ്പാലം ഉണ്ട്. ഇപ്പോൾ മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ ഏറ്റവും നോക്കിയേ ടോപ്പ് വരെ നമുക്ക് കാണാൻ പറ്റും. സൂപ്പറാണ്. നമ്മുടെ ടീം ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയുണ്ടോ, കണ്ടോ മുകളിലോട്ട്. ഇത് കണ്ടില്ലേ, സ്റ്റെപ്പിൻ്റെ ഇത് കണ്ടില്ലേ. നമ്മളപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. വന്നിരിക്കുന്നവരൊക്കെ എറണാകുളത്തുകാരൊക്കെ ഉണ്ടോ ഇവിടെ വന്നിരിക്കുന്നത്. കാക്കനാട്, എടച്ചിറ, കോഴിക്കോട്ടുകാരനുണ്ട്, നിലമ്പൂരുകാരനുണ്ട്. ഞങ്ങളെല്ലാരും പ്രോപ്പർലി കൊച്ചിക്കാരാണല്ലേ. ഇപ്പൊ നിങ്ങൾ കവരത്തിയിൽ എന്നാ വന്നത്? പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്, ആണല്ലേ. ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. റിട്ടേൺ ടിക്കറ്റ് കൺഫേം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ വരുമ്പോ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആദ്യം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തേക്കണം. ആണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് മറ്റേ ഇത് തന്നെയാണോ അല്ലേ, ആ വെസൽ വരെ അടുക്കുന്ന സംഭവമായിരിക്കും അല്ലേ. നമ്മുടെ ആ ഷിപ്പ് ഇത് കിടക്കണത് അവിടെ നിന്ന് കാണാനല്ല, കണ്ട ഷിപ്പ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കവരത്തി ലൈറ്റ് ഹൗസിൽ നിന്നുള്ള കവരത്തി ദ്വീപിൻ്റെ ചുറ്റുള്ള കടലിലെ വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല തിരക്കുണ്ട് ഇവിടെ. കണ്ട ഷിപ്പ് കണ്ട. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഷിപ്പിന്റെ ഇതൊക്കെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ആ തകർന്ന് കിടക്കുന്ന ഷിപ്പ്, അതെന്തോ പറയണത് സിമെന്റ് കയറ്റി വന്ന ഷിപ്പാണെന്ന് അവിടുത്തെ പുള്ളി പറഞ്ഞതാ. ഒരു പുള്ളി പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിവിടെ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ്. നമ്മളിവിടെ നിന്ന് സൈഡിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ കടലിലെ മനോഹരമായ വ്യൂ ആണ്. നമ്മൾ ഇന്നലെ പോയ ആ ഷിപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ താഴെ ആ ഒരു പോർട്ട് പോലത്തെ ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുക കേട്ടോ. ഇത് കണ്ടില്ലേ ഇവിടെ നിന്ന് താഴത്തോട്ടുള്ള കേട്ടോ.
അപ്പോൾ നമ്മൾ കവരത്തി ആ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തൊരു ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ഒരു കടൽ പാലമുണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര തിരയടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നട്ടാ, പാലത്തിൻ്റെ അങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ടില്ലേ, നല്ല മനോഹരമായ വ്യൂ ഉള്ള നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഇവിടെ നോക്കിയാൽ കടൽ കുറച്ച് റഫാണ്, കടൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ താഴത്തെ വെള്ളമൊക്കെ കാണാൻ പറ്റും കേട്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്, കാണാൻ പറ്റും നമുക്ക്. താഴത്തുള്ള പാറകളും വെള്ളമൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു സീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇത് കണ്ടില്ലേ, തിര ഇങ്ങനെ അടിച്ച് നല്ല നോക്കിയാൽ എന്തൊരു പാല് പോലെ ഒഴുകുന്നത്. പക്ഷെ ആ തിര അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് ഇതിവിടെ ഇവിടുത്തെ പിള്ളേരാന്ന് ഇത് കണ്ടില്ലേ, തിരയുടെ മോളിൽ കൂടി അവന്മാർ ചാടി നീന്തണം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇത് കണ്ടോ, ഭയങ്കരന്മാരാണ് അവന്മാർ. ഇത് വേണ്ട, നമ്മുടെ കടൽപ്പാലത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഇവിടുത്തെ പിള്ളേരാന്ന് തോന്നുന്നു. ഇവരിവിടെ ഇങ്ങനെ തിരയോട് മത്സരിച്ച് കളിച്ചുകൊണ്ടിരിക്കണം. രണ്ടുപേരല്ല, വേറെ രണ്ടുപേരും കൂടി ഉണ്ട് ഇപ്പുറത്ത്. അവർ ഇവിടെ കിടന്ന് ഭയങ്കര കളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇപ്പോൾ ആ കണ്ട കടൽപ്പാലത്തിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിയിട്ടാ. ഇത് ഷിപ്പ് അടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നണം കേട്ടോ. ഷിപ്പ് മറ്റേത് നമ്മുടെ വെസൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടയറിൻ്റെ ഇതൊക്കെ ഉള്ളു. ഇവിടെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇതാണ് കേട്ടോ, സ്ഥലമാണ് തോന്നണം. അത് സൈഡിൽ കണ്ടില്ലേ, വലിയ ആ ഒരു ഷിപ്പിൻ്റെ ആ ഒരു ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഷിപ്പിൻ്റെ ആണെന്ന് തോന്നണു, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതാണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണല്ലോ, സൂപ്പറാണ്. അങ്ങോട്ടൊക്കെ കുറച്ചങ്ങോട്ട് ദൂരമുണ്ട്. അപ്പോൾ അതാ സൂര്യൻ അസ്തമിക്കാൻ പോണു. നമ്മൾ അറ്റത്ത് കണ്ട നമ്മൾ ആ ഒരു ലൈറ്റ് ഹൗസൊക്കെ ഇവിടെ നിന്ന് മനോഹരമായിട്ട് കാണാം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. നല്ല ആഴമുള്ള കടലാണ്, കണ്ടാൽ തന്നെ അറിയാം. നല്ല ഡീപ്പ് ബ്ലൂ കളറാണ് കടലിൻ്റെ.